ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ജിൻഡോയും അഭിഷേകും ഋഷിയും ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുന്നതിനിടയിൽ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്. ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്: ഇന്നലത്തെ പരകായ പ്രവേശം എന്ന് പറയുന്ന ടാസ്കിൽ എന്നെ ആക്ട് ചെയ്തത് ഋഷിയാണല്ലോ. അപ്പൊ ഋഷിക്ക് ഞാൻ ഡ്രസ്സ് കൊടുക്കണം, ഡ്രസ്സ് വേണോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഋഷി വന്ന് എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡി ആയി കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്ന ഒരു കാര്യം എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അപ്പൊ എനിക്ക് എന്റെ അനിയനെയാണ് ഓർമ്മ വന്നത്. കാരണം ഞാൻ ഇതുപോലെ നല്ല ഡ്രസ്സുകളൊക്കെ മേടിച്ച് ഇങ്ങനെ അയണൊക്കെ ചെയ്തു വെക്കും. ആ ഡ്രസ്സുകൾ വന്നിട്ട് ഈ അനിയൻ എടുത്തങ്ങ് ഇടും. അനിയൻ വന്ന് എടുത്തിട്ടിട്ട് അനിയൻ അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ അമ്മ വന്നിട്ട് പറയും, മോനെ നീ ആ ഡ്രസ്സ് എടുക്കല്ലേടാ, ഇതാ ചേട്ടന്റെ അല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇതിന്റെ അകത്ത് ഇടപെടും എന്നൊക്കെ ജിൻഡോയോട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ ജിൻഡോയുടെ വേഷം അണിയേണ്ടത് ഋഷി ആയതുകൊണ്ട് തന്നെ ഋഷി നേരെ പോകുന്നു, ജിൻഡോയുടെ ആ ഡ്രസ്സ് കാണുന്നു, അത് എടുത്തിടുന്നു. ഇട്ടതിന് ശേഷം ജിൻഡോയായിട്ട് ആക്ട് ചെയ്യുവാണ്. അപ്പൊ ഒന്ന് ജിൻഡോയോട് പോലും ചോദിക്കാതെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ഇട്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നത്, എനിക്ക് എന്റെ അനിയനും ഇതുപോലാണ്, നിന്നെ പോലാണ്. അപ്പൊ നിന്നെ എനിക്ക് ഓർമ്മ വന്നത് എന്റെ അനിയനായിട്ടാണ് ആ ഒരു സമയത്ത്. കാരണം ഒരു സ്വാതന്ത്ര്യമായിട്ട് വരുന്നു, വന്നിട്ട് ആ ഒരു എടുത്തോണ്ട് പോകുന്നു, ചോദിക്കാതെയും പറയാതെയൊക്കെ എടുത്തിട്ടുന്നു. ആ ഒരു സ്നേഹം, ആ ഒരു ആത്മബന്ധം അപ്പൊ എനിക്ക് നിന്നിൽ തോന്നി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ അനിയനാണെങ്കിൽ ഇതുപോലെ ചെയ്യുമായിരുന്നു. അവൻ ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് നിന്നത്. ആ സമയത്തൊക്കെ അവനാണെങ്കിൽ എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് അവൻ എനിക്ക് 50,000 രൂപ അയച്ചു തന്നു. എന്നിട്ട് എന്തെങ്കിലും ഡ്രസ്സുകൾ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എനിക്ക് അയച്ചു തന്നു എന്നുകൂടി അവിടെ ജിൻഡോ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്മ ഇതിന്റെ അകത്ത് ഇടപെടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ചേട്ടന്റെ ഡ്രസ്സുകൾ അനിയൻ എടുക്കുമ്പോൾ അനിയനെ ഉപദേശിക്കുന്നതും അനിയൻ ചേട്ടനോട് പറയുന്നതും, മോനെ അവൻ എടുത്തോട്ടാ എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഋഷി പറഞ്ഞു, അത് ശരിയാണ്, അമ്മമാര് ഇതിന്റെ അകത്ത് ഇടപെടുന്ന കാര്യങ്ങൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഋഷിയോട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ, അതായത് ഋഷിയുടെ ആ ഒരു കണക്ഷൻ ആ സഹോദരങ്ങളോടും അതോടൊപ്പം തന്നെ അമ്മയോടും ഉള്ള ഒരു കണക്ഷൻ എങ്ങനെയാണോ അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് അവിടെ ജിൻഡോയുടെയും അമ്മയുമായിട്ടുള്ളതും സഹോദരങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ. അതുകൊണ്ടാണ് അവർക്ക് തമ്മിൽ ഒരു ഇതുണ്ടായത്. ആ സമയത്ത് പോകുന്നു, ജിൻഡോയുടെ ഡ്രസ്സ് ചോദിക്കാതെ അങ്ങ് എടുക്കുന്നു. അതൊക്കെ ഒരു നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്, അവരുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതാണ് ഇവര് രാവിലെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.